ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. PSC, SSC എക്സാമിനേഷനുകളിൽ മാത്രമല്ല തുടങ്ങിയ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകളിലും ചോദിക്കുന്ന ടോപ്പിക്കാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, നമ്മൾ ഇന്ന് പോയിന്റ്സ് ആയിട്ടല്ല പറയുന്നത്, കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. അത് മാത്രമല്ല, പോയിന്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1924 മാർച്ച് 30-ന് തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30-ന് തുടങ്ങി 1924 മാർച്ച് 30-ന് തുടങ്ങി 603 ദിവസം നീണ്ടുനിന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ എന്താണ് വൈക്കം സത്യാഗ്രഹം? വൈക്കം മഹാദേവ ക്ഷേത്രം, അതായത് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്ര പരിസരത്ത് താഴ്ന്ന ജാതിക്കാർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ, അതായത് താഴ്ന്ന ജാതിക്കാർ അവർണർക്ക് ക്ഷേത്ര പരിസരത്ത് പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു. അപ്പൊ അതിനെതിരെ നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയത്തെ വൈക്കം മഹാദേവ ക്ഷേത്ര പരിസരത്ത് 1924 മാർച്ച് 30-നാണ് ഈ സമരം നടക്കുന്നത്. ഇനി ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഓർത്തു വെക്കണം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. തിരുവിതാംകൂർ രാജ്യത്താണ് ഇത് നടന്നത്. പഴയ തിരുവിതാംകൂർ രാജ്യത്ത് 1924 മാർച്ച് 30-ന് തുടങ്ങി 603 ദിവസം ഈ സമരം നീണ്ടുനിന്നു. ഇപ്പൊ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചാണ് സത്യാഗ്രഹം നടന്നത്. എന്തിനായിരുന്നു സത്യാഗ്രഹം? സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്ര പരിസരത്ത് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ പൊതുജനങ്ങൾക്ക് എന്തനുവദിക്കണം? സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണം. അത് മാത്രമല്ല, ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ നിരത്തുകളിലും, അതായത് നമ്മൾ നടന്നു പോകുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള നിരത്തുകൾ, അതായത് നിരത്തുകളിലും ക്ഷേത്രമതിലിന് ദൂരത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന പലകകളുണ്ട്. അതായത് തീണ്ടൽ പലകകൾ എന്നാണ് പറയുക. തീണ്ടൽ പലകകൾ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് രേഖപ്പെടുത്തിയ പലകകളാണ്. അപ്പൊ തീണ്ടൽ പലകകൾ എന്ത് ചെയ്യണം? ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര മതിലിന് ദൂരത്തായി സ്ഥാപിച്ചിരിക്കുന്ന തീണ്ടൽ പലകകൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. ഇവയായിരുന്നു വൈക്കം സത്യാഗ്രഹം മുന്നോട്ട് വെച്ച ആവശ്യം. ഒന്ന്, താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്ര പരിസരത്ത് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം അനുവദിക്കണം. പിന്നെ ക്ഷേത്ര മതിലിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിരത്തുകളിലൊക്കെ ഉള്ള തീണ്ടൽ പലകകൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. തീണ്ടൽ പലകകൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പരിസരത്തേക്ക് താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ പലകകളാണ്. അതെന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. അപ്പം ഇത് തുടങ്ങാൻ കാരണം തിരുവിതാംകൂർ പ്രജാസഭാ പ്രതിനിധിയായിരുന്നു ആര്? കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ. തിരുവിതാംകൂറിലെ പ്രജാസഭാ പ്രതിനിധിയായിരുന്ന മഹാകവി കുമാരനാശാൻ 1920 ജൂലൈ 27-ന് നിയമസഭയിൽ, തിരുവിതാംകൂറിലെ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യമാണ് പ്രധാന കാരണം. അതായത് വൈക്കം സത്യാഗ്രഹം തുടങ്ങാൻ കാരണം, ഒന്നാമത്തെ കാരണം 1920 ജൂലൈ 27-ന് തിരുവിതാംകൂറിലെ നിയമസഭയിൽ മഹാകവി കുമാരനാശാൻ എന്ത് ചെയ്തു? ഒരു ചോദ്യം ഉന്നയിച്ചു. എന്താണ് ആ ചോദ്യം? ഒന്നുമില്ല. എന്താണ് ആ ചോദ്യം? എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈഴവർക്കും മറ്റ് അവർണരുടെയും പൗരാവകാശങ്ങൾ നിഷേധിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. അതായത് ഈഴവരുടെയും മറ്റ് അവർണ വിഭാഗങ്ങളുടെയും പൗരാവകാശങ്ങൾ നിഷേധിക്കുന്നതായും തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ പുറംമതിലിലും പൊതുനിരത്തുകളിലും തീണ്ടൽ പലകകൾ സ്ഥാപിച്ചിരിക്കുന്നതായും പൊതുജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. അപ്പൊ കുമാരനാശാൻ 1920 ജൂലൈ 27-ന് തിരുവിതാംകൂറിലെ നിയമസഭയിൽ എന്ത് ചൂണ്ടിക്കാട്ടി? ആ പൊതുജനങ്ങൾക്ക്, അതായത് വൈക്കം ക്ഷേത്രത്തിന് സമീപത്ത് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല,
പിന്നെ ക്ഷേത്രമതിലിനും പുറത്തും ഒക്കെ എന്തുണ്ട്, പൊതുനിരത്തുകളിലൊക്കെ തീണ്ടൽ പലകകളുണ്ട്. അപ്പോൾ അതാണ് തീണ്ടൽ പലകകളുണ്ട്. അപ്പൊ അതൊക്കെ ആണ് കുമാരനാശാൻ 1920 ജൂലൈ 27 തിരുവിതാംകൂർ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യം. ഇതിന്റെയൊക്കെ ആവശ്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പം ഇങ്ങനെയാണ് തീണ്ടൽ പലകകൾ ഉണ്ടാകുക. തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു, ഇങ്ങനെ എഴുതിയ പലകകളാണ് അന്നുണ്ടായിരുന്നത്. അപ്പം ഈ ചോദ്യത്തിന് എന്നാൽ തിരുവിതാംകൂർ ഭരണകൂടം അത് നിഷേധിച്ചു. തിരുവിതാംകൂർ ഭരണകൂടം ഈ ചോദ്യം എന്ത് ചെയ്തു, നിഷേധിച്ചു. അതായത് ഇതെന്തിനാണ് ഏർപ്പെടുത്തിയെന്നുള്ളത് തിരുവിതാംകൂർ ഭരണകൂടം അതിന് ശക്തമായി എന്ത് ചെയ്തു, എതിർത്തു. അങ്ങനെ അപ്പൊ കുമാരനാശാനാണ് ഇതിന് തുടക്കം കുറിച്ചത്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ സമയത്താണ് ക്ഷേത്രപ്രവേശനത്തിനായുള്ള പ്രമേയം തിരുവിതാംകൂർ പ്രജാസഭയിൽ അവതരിപ്പിക്കാൻ 1921 TK മാധവൻ അനുമതി നേടിയത്. അതായത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവാണ് TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാവാണ് TK മാധവൻ. അപ്പൊ ക്ഷേത്രപ്രവേശനത്തിനായുള്ള പ്രമേയം തിരുവിതാംകൂർ പ്രജാസഭയിൽ അവതരിപ്പിക്കാൻ, അതായത് ക്ഷേത്രപ്രവേശനത്തിനായിട്ടുള്ള പ്രമേയം, ഏത് ക്ഷേത്രപ്രവേശനം, വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രമേയം, അതായത് എല്ലാ ജാതിക്കാർക്കും വൈക്കം ക്ഷേത്ര പരിസരത്തിലൂടെ നടന്നു പോകാനുള്ള അനുമതി വേണം എന്ന പ്രമേയം തിരുവിതാംകൂർ പ്രജാസഭയിൽ അവതരിപ്പിക്കാൻ 1921 സെപ്റ്റംബറിൽ TK മാധവൻ എന്ത് ചെയ്തു, അനുമതി നേടി. അപ്പൊ TK മാധവൻ എന്ന് പറഞ്ഞാല് ആരാണ്? TK മാധവനാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് TK മാധവൻ. TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ്. ഓക്കെ. അപ്പം അന്നത്തെ ദിവാനായ രാഘവയ്യ ഈ അനുമതി നിഷേധിച്ചു. അപ്പൊ TK മാധവന്റെ അനുമതി ദിവാനായ രാഘവയ്യ എന്ത് ചെയ്തു, ഈ അനുമതി നിഷേധിച്ചു. ഏതനുമതി? ക്ഷേത്രപ്രവേശനത്തിനായിട്ടുള്ള പ്രമേയം TK മാധവൻ 1921 സെപ്റ്റംബറിൽ പ്രജാസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നേടി. തിരുവിതാംകൂർ പ്രജാസഭയിൽ അവതരിപ്പിക്കാൻ അനുമതി നേടി. പക്ഷെ ഈ അനുമതി അന്നത്തെ ദിവാനായ രാഘവയ്യ അനുമതി എന്ത് ചെയ്തു, തിരുവിതാംകൂറിലെ ദിവാനായ രാഘവയ്യ ഈ അനുമതി നിഷേധിച്ചു. അതുമാത്രമല്ല, രാജാവിനെ മുഖം കാണിക്കാനുള്ള അവസരം കൂടി TK മാധവന് നൽകിയില്ല. തിരുവിതാംകൂർ രാജാവിനെ മുഖം കാണിക്കാനുള്ള അവസരം കൂടി TK മാധവന് നൽകിയില്ല. അപ്പം ഈ അവസരത്തിൽ ഇതേ വർഷം തന്നെ 1921 സെപ്റ്റംബർ 24 TK മാധവൻ തിരുനെൽവേലിയിലെത്തി മഹാത്മാഗാന്ധിയെ നേരിൽ കണ്ടു. അപ്പം ഈ സംഭവത്തിന് ശേഷം 1921 സെപ്റ്റംബർ 24 TK മാധവൻ തിരുനെൽവേലിയിലെത്തി മഹാത്മാഗാന്ധിയെ നേരിട്ട് കണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അതുമാത്രമല്ല, അയിത്തോച്ചാടനത്തിന് പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതായത് അയിത്തോച്ചാടനം എന്ന് പറഞ്ഞാൽ ഈ അയിത്ത വ്യവസ്ഥിതി നിർത്തലാക്കണമെന്ന് ഒരു പിന്തുണ താങ്കൾ നൽകണം എന്ന് അദ്ദേഹം മഹാത്മാഗാന്ധിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1924 KPCC കമ്മിറ്റി രൂപവൽക്കരിച്ചത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? 1924 ഫെബ്രുവരിയിലാണ് ഇത് രൂപീകരിച്ചത്. ഇതിന്റെ കൺവീനർ ആരായിരുന്നു? കൺവീനർ K കേളപ്പൻ ആയിരുന്നു. TK മാധവൻ ദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഈഴവ സമാജത്തിൽ സജീവമായി പ്രവർത്തിച്ചു. കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്മാരകം ആലപ്പുഴയിലെ നങ്ങ്യാർകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്നു. TK മാധവന്റെ സ്മാരകം ആലപ്പുഴയിലെ നങ്ങ്യാർകുളങ്ങരയിൽ സ്ഥിതി ചെയ്യുന്നു. ദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഈഴവ സമാജത്തിൽ പ്രവർത്തിച്ചു. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആലപ്പുഴയിലെ നങ്ങ്യാർകുളങ്ങരയിലാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴയിൽ എവിടെയാണ്? നങ്ങ്യാർകുളങ്ങര. TK മാധവന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ നങ്ങ്യാർകുളങ്ങരയിലാണ്.
ടി കെ മാധവനോടൊപ്പം പ്രവർത്തിച്ച മറ്റു നേതാക്കളാണ് KP കേശവമേനോൻ, അതായത് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിൽ നേതൃത്വം നൽകിയ മറ്റു നേതാക്കളാണ് KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മറ്റ് നേതാക്കളാണ് KP കേശവമേനോൻ. KP കേശവമേനോൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപിള്ള, CV കുഞ്ഞിരാമൻ, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ. അപ്പം നമ്മുടെ ടി കെ മാധവനോടൊപ്പം പ്രവർത്തിച്ച അതായത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവായ ടി കെ മാധവനോടൊപ്പം പ്രവർത്തിച്ച മറ്റ് നേതാക്കളാണ് KP കേശവമേനോൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപിള്ള, CV കുഞ്ഞിരാമൻ, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവും ഫസ്റ്റ് സെക്രട്ടറിയുമായിരുന്നു. K കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിരുന്നു. ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? ടി കെ മാധവൻ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച വൈക്കം സത്യാഗ്രഹത്തിലെ മറ്റു നേതാക്കളാണ് KP കേശവമേനോൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപിള്ള, CV കുഞ്ഞിരാമൻ, മന്നത്ത് പത്മനാഭൻ, NSS സ്ഥാപക നേതാവ്, ഫസ്റ്റ് NSSന്റെ സെക്രട്ടറി, നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ, അതിന്റെ ഫസ്റ്റ് സെക്രട്ടറിയും അദ്ദേഹമാണ്. NSSന്റെ ഫസ്റ്റ് പ്രസിഡന്റ് K കേളപ്പനായിരുന്നു. ഇത്രയും ആൾക്കാരാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി എന്തിനായിരുന്നു നടന്നത്? അയിത്തം, തീണ്ടൽ എന്നീ അനാചാരങ്ങളും സാമൂഹിക നീചത്വങ്ങളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നമ്പൂതിരി, ക്ഷത്രിയൻ, നായർമാർ, നസ്രാണികൾ, ഈഴവർ, പുലയർ, പാണർ തുടങ്ങിയ ക്രമത്തിൽ താഴോട്ട് തൊട്ടുകൂടായ്മ വെച്ചു പുലർത്തിയിരുന്നു. എങ്ങനെയായിരുന്നു അക്കാലത്ത് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നത്? അതായത് നമ്പൂതിരിയാണ് മുന്നിൽ, പിന്നെ ക്ഷത്രിയർ, നായന്മാർ, ഇങ്ങനെ താഴ്ന്ന ജാതിക്കാരിലേക്ക് പോകും. നസ്രാണികൾ, ഈഴവർ, പുലയർ, പാണർ തുടങ്ങിയ ക്രമം പോലെ, അതായത് ഈഴവർക്കും പുലയർക്കും പാണർക്കും ഒന്നും എന്താണ് തൊട്ടുകൂടായ്മ നല്ലപോലെ നിലനിന്നിരുന്നു. അതായത് നമ്പൂതിരിമാരൊന്നും തൊടാനേ പാടില്ല, അല്ലെ? അപ്പം ഈ രീതിയിൽ തൊട്ടുകൂടായ്മ വെച്ച് പുലർത്തിയിരുന്നു. തീണ്ടൽ ഒരു നിശ്ചിത ദൂരത്തിനടുത്ത് വരാനിടയായാൽ കീഴ്ജാതിക്കാരെ മർദ്ദിക്കും, അല്ലെ? അപ്പൊ അറിയാണ്ട് തീണ്ടിപ്പോയാല് കീഴ്ജാതിക്കാരെ മർദ്ദിക്കാനും മേൽജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നു? അവകാശമുണ്ടായിരുന്നു. കീഴ്ജാതിക്കാരെ മർദ്ദിക്കാൻ മേൽജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നു? അവകാശം ഉണ്ടായിരുന്നു. ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശിക്കാമായിരുന്നെങ്കിലും അതിൽ താഴെയുള്ളവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശിക്കാമായിരുന്നെങ്കിലും അതിൽ താഴെയുള്ളവർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അപ്പം ഇത്തരം വഴികളിൽ ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശിക്കാമെങ്കിലും ഇത്തരം വഴികളിൽ സവർണരെ കാണുമ്പോൾ ഈഴവര് വഴി മാറിക്കൊടുക്കണം. ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശിക്കാമെങ്കിലും ഇത്തരം വഴികളിൽ സവർണരെ കാണുമ്പോൾ ഈഴവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? മാറിക്കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, സവർണ ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെയുള്ള വഴികളിലൊക്കെ ഈഴവരെ എന്ത് ചെയ്തിരുന്നു? വിലക്കിയിരുന്നു. അപ്പൊ ഇതിനെതിരായി ഈഴവ സമൂഹത്തിലും മറ്റ് അധികൃത സമൂഹങ്ങളെന്ന് തരം താഴ്ത്തിയവർക്കിടയിലും പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നു. അപ്പം ഈഴവർക്കിടയിലും പ്രതിഷേധം ഉണ്ടായിരുന്നു. തരം താഴ്ത്തിയ, അതായത് മറ്റ് താഴ്ന്ന ജാതിക്കാർ, പാണര് തുടങ്ങിയ താഴ്ന്ന ജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നു? പ്രതിഷേധം ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിനടുത്തൂടിയൊന്നും അവർക്ക് പ്രവേശനം ഇല്ലാത്തത് കൊണ്ട്. പക്ഷെ അവർക്കൊരു സംഘടിത സമരത്തിന് ആക്കം ലഭിച്ചിരുന്നില്ല. അപ്പം താഴ്ന്ന ജാതിക്കാർക്ക് നല്ല പ്രതിഷേധമായിരുന്നു, ക്ഷേത്ര പരിസരത്തിലൂടെ പ്രവേശനമില്ല. അപ്പൊ അവർക്കൊരു സംഘടിത സമരത്തിന് ഉള്ളൊരു അവസരം അവർക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോഴാണ് ആര്? ടി കെ മാധവൻ രംഗത്ത് വരുന്നത്. ടി കെ മാധവൻ കൂടാതെ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവര് എങ്ങോട്ടിറങ്ങുകയാണ്? സമരമുഖത്ത് ഇറങ്ങുകയാണ്. ടി കെ മാധവൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവര് സമരമുറത്തേക്ക് ഇറങ്ങി. എന്തിനായിരുന്നു സമരം? വഴി നടക്കാനും സ്കൂളിൽ പഠിക്കാനും ക്ഷേത്രത്തിൽ ആരാധിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടെന്ന് ഉള്ളത് പ്രഖ്യാപിക്കാനാണ്. പ്രധാനമായും ക്ഷേത്രത്തിൽ, വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിൽ എല്ലാവർക്കും ആരാധിക്കാനും
വഴി നടക്കാനും ക്ഷേത്ര പരിസരത്തിലൂടെ വഴി നടക്കാനും അവകാശം വേണം. അത് മാത്രമല്ല, ഈ ദേശാഭിമാനി പത്രത്തിലൂടെ ടി.കെ. മാധവൻ വഴി നടക്കാൻ മാത്രമല്ല സ്കൂളിൽ പഠിക്കാനും എല്ലാവർക്കും അവകാശം നൽകണമെന്ന് പറഞ്ഞു. കുമാരനാശാൻ ക്ഷേത്രവീഥികളിൽ നടക്കാനുള്ള അവകാശം ചോദിച്ച് മഹാരാജാവിനും മറ്റും എന്ത് നൽകി? നിവേദനം നൽകി. ടി.കെ. മാധവൻ പ്രധാനമായും ഉന്നം വെച്ചത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ പ്രവേശിക്കാനുള്ള അവകാശം വേണമെന്നാണ് ടി.കെ. മാധവൻ അന്ന് പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ പ്രവേശിക്കാനുള്ള അവകാശം, അതിനുവേണ്ടിയാണ് ടി.കെ. മാധവൻ പോരാടിയത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ വരെ പ്രവേശിക്കാനുള്ള അവകാശം നേടാനായിരുന്നു ടി.കെ. മാധവന്റെ പോരാട്ടം. അങ്ങനെ ഈ പോരാട്ടത്തിന്റെ ഫലമായിട്ട് 1923 കാക്കിനഡയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം 1923 കാക്കിനഡയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. അങ്ങനെ 1923 ഡിസംബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? കാക്കിനഡ വെച്ചിട്ടാണ്. അപ്പൊ കാക്കിനഡ സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി. അപ്പൊ എന്നാണ് ആ പ്രമേയം പാസാക്കിയത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1923 ഡിസംബറിലെ കാക്കിനഡ സമ്മേളനത്തിലാണ് ഇത്തരം ഒരു പ്രമേയം പാസാക്കിയത്. അപ്പൊ ഇതേ തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അയിത്തത്തിനെതിരായ പ്രക്ഷോഭത്തിന് രൂപം കൊടുത്തു. ഇതേ തുടർന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അയിത്തത്തിനെതിരായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ഈ പ്രക്ഷോഭം നടന്നത് 1924 മാർച്ച് 30-നാണ്. അയിത്തത്തിനെതിരായ ആദ്യ പ്രക്ഷോഭം നടന്നത് 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ് ആദ്യ പ്രക്ഷോഭത്തെ ആരംഭിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രക്ഷോഭം തുടങ്ങുന്നത്? വൈക്കം സത്യാഗ്രഹം എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദ്യ സംഘത്തിലെ സത്യാഗ്രഹികളിലെ ആദ്യ സംഘത്തിലെ 3 ആൾക്കാർ ആരൊക്കെയാണ്? അത് നമ്മളെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 3 സത്യാഗ്രഹികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, പിന്നെ ആരാണ്? ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി പുലയ സമുദായം, ബാഹുലേയൻ ഈഴവ സമുദായം, ഗോവിന്ദ പണിക്കർ നായർ സമുദായം. അപ്പൊ ഇവരാണ് ആദ്യമായിട്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ സത്യാഗ്രഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാല്, ദിവസവും എല്ലാവരും ഒന്നിച്ചു നടന്ന് നിരോധന ഫലകത്തിന് 50 അടി അകലെ വരെ ചെന്ന ശേഷം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരെ മാത്രം മുന്നോട്ട് അയക്കുകയാണ് ചെയ്തത്. അതായത് സത്യാഗ്രഹികൾ നിരോധന പലക വരെ, നിരോധന പലക എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശിക്കാൻ അവകാശമില്ല എന്ന് എഴുതിയ പലക വരെ ചെല്ലും. അതിൽ നിന്ന് 3 ആള് പോയി. ആരൊക്കെയാണ് 3 ആൾക്കാർ മുന്നോട്ട് പോയി? ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. 3 പേരാണ് ആ നിരോധന പലകയുടെ അടുത്തെത്തിയത്. അതായത് നിരോധന ഫലകത്തിന് 50 അടി പിറകിലാണ് സത്യാഗ്രഹികൾ നിൽക്കുന്നത്. അതിൽ നിന്ന് 3 ആള് മുന്നോട്ട് നടന്നു. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി പുലയ സമുദായത്തിലും ബാഹുലേയൻ ഈഴവ സമുദായത്തിലും ഗോവിന്ദ പണിക്കർ നായർ സമുദായത്തിലുമായിരുന്നു. പോലീസ് അവരെ തടഞ്ഞു നിർത്തി ജാതി ചോദിച്ച ശേഷം സവർണന് മാത്രമേ മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പോലീസ് അവരെന്ത് ചെയ്തു? തടഞ്ഞു നിർത്തി. 3 ആളെ തടഞ്ഞു നിർത്തി. എന്ത് ചോദിച്ചു? ജാതി ചോദിച്ചു. എന്ത് ചോദിച്ചു? അപ്പൊ നായർക്ക് മാത്രമല്ലേ, സവർണന് മാത്രമേ മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവർണരായ മറ്റു 2 പേർക്കൊപ്പമേ താൻ മുന്നോട്ട് പോകൂ എന്ന് ഗോവിന്ദ പണിക്കർ പറഞ്ഞു. ഗോവിന്ദ പണിക്കർ നായരാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുഞ്ഞാപ്പിയുടെയും ബാഹുലേയന്റെയും ഒപ്പം മാത്രമേ ഇവിടെ മുന്നോട്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അപ്പം അവർണരായ മറ്റു 2 പേർക്കൊപ്പമേ താൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് സവർണ സമുദായത്തിൽപ്പെട്ട സത്യാഗ്രഹി മറുപടി പറഞ്ഞു. അതായത് ഗോവിന്ദ പണിക്കർ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ മറുപടി കാരണം ഈ 3 പേരെയും, അതായത് കുഞ്ഞാപ്പിയെയും ബാഹുലേയനെയും ഗോവിന്ദ പണിക്കരെയും അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷയിൽ കലാശിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട്, ഇങ്ങനെ പറഞ്ഞതിന്റെ ഫലമായിട്ട്, അതായത് ഈ നായരായിരുന്നു ആര്? ഗോവിന്ദ പണിക്കര്. പുലയനും ആയ കുഞ്ഞാപ്പിയെയും ഈഴവനായ ബാഹുലേയനെയും കൂട്ടി മാത്രമേ ഞാൻ
എന്ത് ചെയ്യും, ക്ഷേത്രത്തിനടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇതിനെതിരെ വൈകുന്നേരങ്ങളിൽ അറസ്റ്റിലും ജയിൽ ശിക്ഷയിലും പ്രതിഷേധിച്ച് പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഇതിനെതിരെ പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. എല്ലാ ദിവസവും ഈ നടപടിക്രമങ്ങൾ ആവർത്തിക്കപ്പെട്ടു. എല്ലാ ദിവസവും ഈ നടപടിക്രമങ്ങൾ എന്ത് ചെയ്തു? ആവർത്തിച്ചു. 3 പേര് മുന്നോട്ട് പോവുക, കടത്തിവിടില്ല എന്ന് പറയാം. ഇടയ്ക്ക് സവർണ നേതൃത്വവുമായി ചർച്ച വഴി ഒത്തുതീർപ്പ് സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ 5-6 തീയതികൾ സത്യാഗ്രഹം നിർത്തിവെച്ചു. 5-6 തീയതി, അതായത് 5-6 തീയതികളിൽ 5-6 തീയതികളിൽ സത്യാഗ്രഹം എന്ത് ചെയ്തു? നിർത്തിവെച്ചു. കാരണം ഒത്തുതീർപ്പാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിർത്തിവെച്ചത്. പക്ഷേ ആ സമയത്ത് ചർച്ച എന്ത് ചെയ്തു? പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം എന്ത് ചെയ്തു? പുനരാരംഭിച്ചു. അപ്പോൾ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം പുനരാരംഭിച്ചു. അങ്ങനെ ഏപ്രിൽ 7-ന് TK മാധവനും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ, അതായത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ KP കേശവമേനോനും സത്യാഗ്രഹത്തിൽ അറസ്റ്റ് വരിച്ചു. അപ്പൊ പലതവണ ഇവരെന്ത് ചെയ്തു? ചർച്ച നടത്തി. പക്ഷെ ചർച്ചയൊക്കെ എന്ത് സവർണരുമായിട്ട് ചർച്ച നടത്തി. പക്ഷെ ചർച്ച പരാജയപ്പെട്ടു. അപ്പൊ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സത്യാഗ്രഹം എന്ത് ചെയ്തു? പുനരാരംഭിച്ചു. അങ്ങനെ ഏപ്രിൽ 7-ന് TK മാധവനും സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിന്റെ അധ്യക്ഷൻ KP കേശവമേനോനും, അതായത് TK മാധവനും സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷൻ, അതായത് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ KP കേശവമേനോനും അറസ്റ്റ് വരിച്ചു. പിന്നീട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ മരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു? വിട്ടയച്ചു. അതായത് അതുവരെ അറസ്റ്റ് ചെയ്തവരെയൊക്കെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാൾ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? വിട്ടയച്ചു. വൈക്കം ക്ഷേത്ര റോഡുകളും മറ്റു റോഡുകളും ജാതിഭേദമന്യേ സഞ്ചാരി യോഗ്യമാക്കണമെന്ന് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് N. കുമരൻ. 1925-ലാണ് പ്രമേയം അവതരിപ്പിച്ചത്. 1925-ലാണ് പ്രമേയം അവതരിപ്പിച്ചത്. വൈക്കം ക്ഷേത്ര റോഡുകളും മറ്റു റോഡുകളും ജാതിഭേദമന്യേ സഞ്ചാരി യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിലേക്ക്, എവിടേക്കാണ്? തിരുവിതാംകൂർ നിയമസഭയിലേക്ക് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? N. കുമരൻ. 1925-ലാണ് പ്രമേയം അവതരിപ്പിച്ചത്. 1924 നവംബർ 1-ന് സവർണ ജാഥ നടത്തി. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന ആകർഷണമായിരുന്നു 1924 നവംബർ 1-ന് നടന്ന സവർണ ജാഥ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു ജാഥ സംഘടിപ്പിച്ചത്. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. സവർണരുടെ ജാഥയാണ് നടന്നത്. അപ്പൊ സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടന്നതാണ് സവർണ ജാഥ. സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഈ സത്യാഗ്രഹത്തിന്റെ പ്രധാന പ്രത്യേകതയായിരുന്നു. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയും റാണിയായ സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. അപ്പം ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയും റാണിയായ സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. ഏത് വർഷം? 1924 നവംബർ 1. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. ഇതേ ദിവസം തന്നെ, അതായത് സവർണ ജാഥ നടന്ന അതേ ദിവസം തന്നെ ശുചീന്ദ്രത്ത് നിന്ന് ഡോക്ടർ M.E. നായിഡുവിന്റെ, ഇതേ ദിവസം തന്നെ ശുചീന്ദ്രത്ത് നിന്ന് ഡോക്ടർ M.E. നായിഡുവിന്റെ നേതൃത്വത്തിൽ തെക്കൻ ജാഥയും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഇതേ ദിവസം തന്നെ ശുചീന്ദ്രത്ത് നിന്ന് ഡോക്ടർ M.E. നായിഡുവിന്റെ നേതൃത്വത്തിൽ തെക്കൻ ജാഥയും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. അതായത് സവർണ ജാഥ നടന്ന അതേ ദിവസം തന്നെ.
നവംബർ 12-ന് ഇരു ജാഥകളും തിരുവനന്തപുരത്ത് വെച്ച് ഒന്നുചേർന്നു. നവംബർ 12-ന് ഇരു ജാഥകളും, അതായത് വന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള സവർണ ജാഥയും എം ഇ നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ജാഥയും നവംബർ 12-ന് തിരുവനന്തപുരത്ത് ഒന്നുചേർന്നു. തുടർന്ന് ശംഖുമുഖം കടപ്പുറത്ത് മഹാസമ്മേളനം നടന്നു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ മന്നവും നായിഡുവും ഉൾപ്പെടെ ഒരു ഡെപ്യൂട്ടേഷൻ സവർണജാഥ നയിച്ച മന്നത്ത് പത്മനാഭനും തിരുവനന്തപുരത്ത് നിന്നുള്ള ജാഥ നയിച്ച ഡോക്ടർ എം ഇ നായിഡുവും ഉൾപ്പെടെ ഒരു ഡെപ്യൂട്ടേഷൻ 23,000-നുമേൽ സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ 13-ാം തീയതി പൂജപ്പുര കൊട്ടാരത്തിലെത്തി റീജന്റ് മഹാറാണി സേതുലക്ഷ്മിബായിക്ക് സമർപ്പിച്ചു. മന്നത്ത് പത്മനാഭനും എം ഇ നായിഡുവും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ ഒരു ഡെപ്യൂട്ടേഷൻ, അതിൽ 23,000-നുമേൽ സവർണർ ഒപ്പിട്ടിരുന്നു. 23,000-നുമേൽ സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറിയൽ സവർണർ ഒപ്പിട്ട മെമ്മോറിയലാണ്. അതായത് ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് എത്ര സവർണർ, 23,000-ന് മുകളിൽ സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറിയൽ പൂജപ്പുര കൊട്ടാരത്തിലെത്തി അവിടുത്തെ റീജന്റ് മഹാറാണി സേതുലക്ഷ്മിബായിക്ക് സമർപ്പിച്ചു. 1925 വൈക്കം സത്യാഗ്രഹ സമരത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനത്തിനെത്തി. അപ്പൊ ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിച്ചത് 1925 മാർച്ച് 8. അത് ഗാന്ധിജിയുടെ രണ്ടാം സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജി രണ്ടാമത് കേരളം സന്ദർശിക്കാൻ കാരണം വൈക്കം സത്യാഗ്രഹമാണ്. അപ്പം 1925 മാർച്ച് 8-ന് വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യവുമായി ഗാന്ധിജി രണ്ടാം കേരള സന്ദർശനത്തിനെത്തി. മാർച്ച് 8-ന് 1925 മാർച്ച് 8 ഗാന്ധിജി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1925 മാർച്ച് 12-ന് ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കൾ, ആ പേര് നമ്മൾ ഓർത്തു വെക്കണം. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ തുടങ്ങിയവർ. ഇനി എം ഇ നായിഡു നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തിയാണ് ഡോക്ടർ എം ഇ നായിഡു. ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശനം എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജി രണ്ടാം തവണ കേരളം സന്ദർശിക്കുന്നത് 1925 മാർച്ച് 8. അദ്ദേഹം ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 മാർച്ച് 12. 1925 മാർച്ച് 8-ന് ഗാന്ധിജി എത്തി. 1925 മാർച്ച് 9-ന് മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിച്ചു. 1925 മാർച്ച് 9-ന് മഹാത്മാഗാന്ധി വൈക്കം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി മഹാദേവദേശായി, മകൻ രാമദാസ് ഗാന്ധി, സി രാജഗോപാലാചാരി, ടി.ആർ. കൃഷ്ണയ്യർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സെക്രട്ടറി മഹാദേവദേശായി, മകൻ രാമദാസ് ഗാന്ധി, പിന്നെ കൂടെ സി രാജഗോപാലാചാരി, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. സത്യാഗ്രഹത്തിന് സമവായം ഉണ്ടാക്കാനാണ്
ഗാന്ധി സത്യാഗ്രഹം ഒത്തുതീർപ്പാക്കാനാണ് ഗാന്ധിജി ശ്രമിച്ചത്. ക്ഷേത്രത്തിന്റെ അധികാരം കൈയാളിയിരുന്ന ഉണ്ടം തുരുത്തി ഇണ്ടം തുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് മഹാദേവ ദേശായി ഒരു കുറിപ്പയച്ചു. ഗാന്ധിജിയുടെ സെക്രട്ടറി ഇണ്ടം തുരുത്തിമനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയെ കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കുറിപ്പയച്ചു. അപ്പം ആരെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ച് കുറിപ്പയച്ചത്? ഇണ്ടം തുരുത്തി മനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരി. ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിച്ചത്. ജാതിയിൽ വൈശ്യനായ ഗാന്ധിയെ കാണാൻ നമ്പൂതിരിക്ക് താല്പര്യമില്ലായിരുന്നു. ജാതിയില് താഴ്ന്ന ജാതിയിൽ വൈശ്യനായ ഗാന്ധിയെ കാണാൻ നമ്പൂതിരിക്ക് താല്പര്യമില്ലായിരുന്നു. തന്നെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കാണണമെന്നായിരുന്നു നമ്പൂതിരിയുടെ മറുപടി. ഗാന്ധിജി വീട്ടിൽ വന്ന് കാണണമെന്നായിരുന്നു നമ്പൂതിരിയുടെ മറുപടി. പിറ്റേന്ന് ഉച്ചയ്ക്ക് 2:30 മഹാദേവ ദേശായി, രാമദാസ് ഗാന്ധി, സി രാജഗോപാലാചാരി, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ എന്നിവർക്കൊപ്പം മഹാത്മാഗാന്ധി ഇണ്ടം തുരുത്തി മനയിലെത്തി. അങ്ങനെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി, അതായത് ഇണ്ടം തുരുത്തി മനയിലെ ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയെ കാണാൻ വേണ്ടി ഗാന്ധിജി മഹാദേവ ദേശായി, രാമദാസ് ഗാന്ധി, സി രാജഗോപാലാചാരി, ടി.ആർ. കൃഷ്ണസ്വാമി അയ്യർ എന്നിവർക്കൊപ്പം ഇണ്ടം തുരുത്തി മനയിലെത്തി. അവിടെ ഗാന്ധിജി അയിത്തത്തെ നേരിട്ട് അനുഭവിക്കുകയായിരുന്നു. പക്ഷേ വൈശ്യനായ ഗാന്ധിയെ നമ്പൂതിരി അകത്തു കടത്തിയില്ല. പ്രത്യേകം തയ്യാറാക്കിയ പുറം വരാന്തയിലിരുത്തി അകത്ത് കടത്തിയില്ല. നമ്പൂതിരിയും കൂട്ടരും അകത്തെ മുറിയിലിരുന്നു. തുറന്നിട്ട ജനാലയിലൂടെയായിരുന്നു സന്ധി സംഭാഷണം. തുറന്നിട്ട ജനാലയിലൂടെയായിരുന്നു ഗാന്ധിജിയും ദേവൻ നീലകണ്ഠൻ നമ്പൂതിരിയും തമ്മിലുള്ള സംഭാഷണം. അവിടെ അയിത്തം എന്താണെന്ന് ഗാന്ധിജി അനുഭവിച്ച് അറിയുകയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച നേതാവ് ഇ.വി. രാമസ്വാമി അയ്യർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇദ്ദേഹം വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ അതായത് മധുരയിൽ നിന്ന് വൈക്കത്തെത്തി ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവാണ് ഇ.വി. രാമസ്വാമി അയ്യർ. ഇതുകാരണം ഇദ്ദേഹം വൈക്കം വീരൻ അല്ലെങ്കിൽ വൈക്കം ഹീറോ എന്ന് അറിയപ്പെടുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ പ്രതിമ വൈക്കം പട്ടണത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വെല്ലൂർ മഠം. ഏതാണ് വെല്ലൂർ മഠം? 1924 സെപ്റ്റംബർ 27 ഗുരു വൈക്കം സന്ദർശിച്ചു. 1924 സെപ്റ്റംബർ 27 ഗുരു വൈക്കം സന്ദർശിച്ചു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതൻ, കോട്ടുക്കൽ വേലായുധൻ. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവ്രതൻ, കോട്ടുക്കൽ വേലായുധൻ. 1924 ഫെബ്രുവരിയിൽ പുറപ്പെടുവിച്ച നിരോധന ഉത്തരവുകൾ പിൻവലിക്കാമെന്ന് സർക്കാരും സത്യാഗ്രഹം പിൻവലിക്കാമെന്ന് ഗാന്ധിയും സമ്മതിച്ചു.
അങ്ങനെ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെ ഇടപെടലിന്റെയും ഫലമായി 1924 പുറപ്പെടുവിച്ച നിരോധന ഉത്തരവുകൾ പിൻവലിക്കാമെന്ന് സർക്കാരും സത്യാഗ്രഹം പിൻവലിക്കാമെന്ന് ഗാന്ധിയും സമ്മതിച്ചു. ക്ഷേത്രത്തിന്റെ വടക്കും തെക്കും പടിഞ്ഞാറും വശങ്ങളിലൂടെ വഴി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാൻ സർക്കാർ സമ്മതിച്ചെങ്കിലും കിഴക്കുവശത്തെ വഴിയും അതിലേക്ക് ചെന്നു ചേരുന്ന വേറെ 2 വഴികളും സവർണർക്ക് മാത്രമായി തുടർന്നു. അതായത് ക്ഷേത്രത്തിന്റെ വടക്കും തെക്കും പടിഞ്ഞാറും വശങ്ങളിലെ വഴി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാൻ സർക്കാർ സമ്മതിച്ചു. എന്നാൽ കിഴക്കുവശത്തെ വഴിയും അതിലേക്ക് ചേരുന്ന വേറെ 2 വഴികളും സവർണർക്ക് മാത്രമുള്ളവയെ എന്ത് ചെയ്തു? തുടർന്നു. അതായത് ഉയർന്ന ജാതിക്കാരായ സവർണർക്ക് മാത്രം ഉള്ളവയെ തുടർന്നു. ഏത് വഴി? കിഴക്ക് വശത്തെ വഴിയും അതിലേക്ക് ചേരുന്ന 2 വഴികളും. വടക്കും തെക്കും പടിഞ്ഞാറും വഴികള് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാന്ന് സർക്കാർ സമ്മതിച്ചു. ഈ കവാടങ്ങൾക്ക് ഇടയിലുള്ള വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ലാതിരുന്ന അവർണ ഹിന്ദുക്കൾക്കെന്ന പോലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അപ്രാപ്യമായിരിക്കുമെന്നും തീരുമാനമായി. അതായത് ഈ കവാടങ്ങൾക്കിടയിലുള്ള വഴി, അതായത് കിഴക്കുവശത്തെ വഴിയും അതിലേക്ക് ചേർന്ന് 2 വഴികളും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത അവർണ ഹിന്ദുക്കൾക്കെന്ന പോലെ ആർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കയറാൻ പറ്റില്ല. അപ്പൊ കിഴക്കുവശത്തെ വഴിയും അതിലേക്ക് ചേരുന്ന വേറെ 2 വഴികളും അവർണർക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അപ്രാപ്യമാണെന്നും തീരുമാനമായി. ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കും ഉള്ള വഴികളെ കൂട്ടിയിണക്കി പുതിയ വഴി പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം നിർമ്മിക്കാനും തീരുമാനമായി. കിഴക്കേ കവാടം, അതായത് കിഴക്ക് തുറന്നു കൊടുക്കൂല എന്ന് പറഞ്ഞു. അതായത് കിഴക്ക് വഴി ആർക്ക് മാത്രമാണ്? കിഴക്ക് വശത്തെ വഴിയും അതിലേക്ക് ചേരുന്ന 2 വഴികളും സവർണർക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞപ്പോ ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കുമുള്ള വഴികൾ കൂട്ടിയിണക്കി ഒരു പുതിയ വഴി എന്ത് ചെയ്യണം? പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം നിർമ്മിക്കണമെന്ന് ഒരു തീരുമാനം എടുത്തു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സന്ദർശിച്ച നേതാവാണ് വിനോബ ഭാവെ. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. 1925 നവംബർ 30 ഗാന്ധിജിയും WH പിറ്റും ഒരു ഔദ്യോഗിക കരാറിലെത്തിയതിനെ തുടർന്ന് വൈക്കം സത്യാഗ്രഹം ഔദ്യോഗികമായി പിൻവലിച്ചു. എല്ലാ തടവുകാരെയും മോചിപ്പിക്കുകയും റോഡുകളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുക എന്ന ഒരു കരാറുണ്ടായിരുന്നു. പിൻവലിക്കുമ്പോൾ 1925 നവംബർ 30 ഈ സത്യാഗ്രഹം പിൻവലിക്കുന്നത്. എല്ലാ തടവുകാരെയും മോചിപ്പിക്കുകയും റോഡുകളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുക എന്നൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മോചിപ്പിക്കുന്നത്. 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. അപ്പം ഈ 1925 നവംബർ 30 സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്? ഔദ്യോഗികമായി പിൻവലിക്കുന്നത്, അവസാനിക്കുന്നത്. പക്ഷെ 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടെയുള്ള റോഡുകളും എല്ലാ വിഭാഗങ്ങൾക്കും, അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുറന്നു കൊടുത്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപനം നടത്തി. അങ്ങനെയാണ് 1925 നവംബർ 30 സത്യാഗ്രഹം ഔദ്യോഗികമായി പിൻവലിക്കുന്നത്. ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1936 തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രപ്രവേശന നിരോധനം ഒഴിവാക്കിയുള്ള ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ചു. അങ്ങനെ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1936 തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രപ്രവേശന നിരോധനം ഒഴിവാക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ചു.
സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യയും അവസാനിക്കുന്നപ്പോൾ എം.ഇ. വാട്സണുമായിരുന്നു. സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ടി രാഘവയ്യയും അവസാനിക്കുമ്പോൾ എം.ഇ. വാട്സുമായിരുന്നു. ആരംഭിക്കുമ്പോൾ ദിവാൻ ടി രാഘവയ്യയും അവസാനിക്കുമ്പം എം.ഇ. വാട്സുമായിരുന്നു ദിവാൻ. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാന നേതാക്കൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാന നേതാക്കൾ ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ തുടങ്ങിയവരായിരുന്നു. ടി കെ മാധവൻ, കെ പി കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ തുടങ്ങിയവർ ആയിരുന്നു. 2024 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 2024 100-ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ പ്രക്ഷോഭമാണ് വൈക്കം